എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐബി. ഇന്നത്തെ യാത്ര എന്ന് പറയുന്ന ഗവിയിലേക്കുള്ള യാത്രയാണ്. ഗവിയിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. പോകുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് നമുക്ക് പെർമിറ്റ് കിട്ടണം. എന്നാൽ മാത്രമേ ഗവിയിലേക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഗവിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആങ്ങാമൊഴി ഫോറസ്റ്റ് ഓഫീസാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ളത്. ഇവിടെ നിന്നൊരു ഫോം തരും. അതിൽ പോകുന്നവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കേണ്ടതാണ്. പോകുന്ന വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. ഒരാളിന് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് കഴിഞ്ഞ് ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റാണ് വരുന്നത്. ചെക്ക് പോസ്റ്റിൽ എല്ലാ ഡീറ്റെയിൽസും കാണിക്കണം. എന്നാൽ മാത്രമേ അവിടെ നിന്ന് കടത്തി വിടുകയുള്ളൂ. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വനത്തിലേക്കുള്ള യാത്രയാണ്. ഒരു ദിവസം 30 വണ്ടികൾ മാത്രമേ കടത്തിവിടത്തുള്ളൂ. ഈ നിയന്ത്രണം വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആദ്യത്തെ ഡാമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അത് മൂഴിയാർ ഡാമാണ്. ഓരോ ഡാമിൻ്റെയും ഭാഗത്ത് ചെക്കിംഗ് ഉണ്ട്. അവിടെയെല്ലാം ഡീറ്റെയിൽസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്ത് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ കുടിക്കാൻ കൊണ്ടുപോണ ബോട്ടിലിൻ്റെ എണ്ണവും ഡീറ്റെയിൽസും നേരത്തെ കൂട്ടി ഞങ്ങൾ കൊടുക്കേണ്ടതാണ്. ഗവി യാത്രയിൽ ഞങ്ങൾ ഫുഡ് കരുതിയിരിക്കണം. വനത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുഡ് കിട്ടുന്നതല്ല. ഒന്നുകിൽ ആങ്ങാമൊഴി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഫുഡ് കിട്ടുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കളോ മറ്റോ വലിച്ചെറിയാൻ പാടില്ല. 3 ഡാമിൻ്റെ മുകളിൽ കൂടിയും 4ാമത്തെ ഡാമിൻ്റെ സൈഡിൽ കൂടിയാണ് യാത്ര പോകുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഗവി. 20 സീറ്റുള്ള ട്രാവലറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വനത്തിനുള്ളിൽ ചെറിയ വണ്ടികൾ മാത്രമേ കടത്തിവിടത്തുള്ളൂ. ബൈക്ക് യാത്രയും ആട്ടോയും ഒന്നും അലൗഡല്ല. ചെക്ക് പോസ്റ്റിൽ നിന്ന് 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഗവിയിൽ എത്തിച്ചേരാൻ കഴിയൂ. പോകുന്ന വഴിയിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുത്തതിന് ശേഷമാണ് യാത്ര പിന്നെയും തുടർന്നത്. രാവിലെ 8:30 മുതൽ 11 മണി വരെ മാത്രമേ വാഹനങ്ങൾ അലൗഡുള്ളൂ. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് 5:30-നും 6:30-നും KSRTC ബസ്സുണ്ട്. ഈ യാത്രയുടെ അവസാനം വരെ ടിക്കറ്റ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പോകുന്ന വഴിയിൽ ചെറിയ അരുവികളും കാണാമായിരുന്നു. രണ്ടാമത്തെ ഡാമായ കൽക്കി ഡാമിൽ ഞങ്ങൾ എത്തി. അവിടെയും വനം വകുപ്പിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഡാമായ ആലത്തൂർ ഡാമിൻ്റെ മുകളിലൂടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ആലത്തൂർ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ 80 രൂപ പേ ചെയ്യണം.
പമ്പ ഡാമിൻ്റെ സൈഡിലൂടെ ഗവിയിലേക്കാണ് യാത്ര. ഗവി യാത്ര വൺ വേ യാത്രയാണ്. ഒരു സൈഡിൽ കൂടി പോയ അടുത്ത സൈഡിൽ കൂടി പുറത്ത് പോകാം. തിരിച്ചുള്ള യാത്ര വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി തിരിഞ്ഞു പോകണം. അങ്ങനെ ഞങ്ങൾ ഗവിയിലെത്തി. ഗവിയിൽ നല്ല വെയിലുണ്ടെങ്കിലും തണുത്ത ക്ലൈമറ്റായിരുന്നു. ഇവിടെയാണ് ഗവി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.